നമസ്കാരം. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വസതിയിൽ അതിക്രമിച്ച് കയറിയ യുവാവും യുവതിയും പിടിയിൽ. വ്യത്യസ്ത സമയങ്ങളിലായാണ് ഇരുവരും അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത്. മുംബൈയിലെ ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഗാലക്സി അപ്പാർട്ട്മെന്റിലാണ് യുവാവ് അതിക്രമിച്ച് കടന്നത്. കഴിഞ്ഞ 20-ന് രാത്രി 7 മണിക്കാണ് സംഭവം. 23-കാരനായ ജിതേന്ദ്ര സിംഗ് ആണ് അറസ്റ്റിലായത്. ബിഷ്ണോയ് സംഘത്തിന്റെ ഭീഷണിയുള്ള സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. യുവാവ് രാവിലെ മുതൽ സൽമാൻ ഖാന്റെ വീടിന് മുന്നിൽ ചുറ്റിത്തിരിയുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. താരത്തിന്റെ വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ഒരു വ്യക്തിയോടൊപ്പമാണ് യുവാവ് കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയത്. എന്നാൽ സൽമാൻ ഖാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. സൽമാൻ ഖാനെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അതിനാണ് താൻ എത്തിയതെന്നുമാണ് യുവാവ് പറഞ്ഞത്. ഛത്തീസ്ഗഡ് സ്വദേശിയായ യുവാവിനെതിരെ അന്വേഷണം നടന്നു വരികയാണ്. നേരത്തെ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിന് പിന്നാലെ താരത്തിന് Y+ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇഷ ചബ്ര എന്ന 32-കാരിയാണ് അറസ്റ്റിലായ യുവതി. ബുധനാഴ്ചയാണ് യുവതി അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത്. തനിക്ക് സൽമാൻ ഖാനെ അറിയാമെന്നും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും അവർ അവകാശപ്പെട്ടതായി പോലീസുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടന്നു വരികയുമാണ്. സൽമാൻ ഖാൻ ക്ഷണിച്ചതനുസരിച്ചാണ് താൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. സൽമാന്റെ ഫ്ളാറ്റിലെ വാതിലും മുട്ടിയപ്പോൾ താരത്തിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാളാണ് വാതിൽ തുറന്നതെന്നും അവർ മൊഴി നൽകി. സൽമാൻ ഖാൻ തന്നെ ക്ഷണിച്ചുവെന്ന് അവർ ആവർത്തിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു. താൻ ഖർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്നും 6 മാസം മുൻപ് ഒരു പാർട്ടിയിൽ വെച്ച് സൽമാൻ ഖാനെ കണ്ടിട്ടുണ്ടെന്നും ഇഷ ചബ്ര വെളിപ്പെടുത്തിയെന്നും വിവരമുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ സൽമാൻ ഖാന്റെ കുടുംബം നിഷേധിച്ചുവെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ പലപ്പോഴായി സൽമാൻ ഖാൻ വധഭീഷണി ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ളതിനാൽ ശക്തമായ സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകി വരുന്നത്. 1 മാസം മുൻപും ഇത്തരത്തിൽ ഭീഷണി സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറി നടനെ കൊലപ്പെടുത്തുമെന്നും കാർ ബോംബിട്ട് തകർക്കുമെന്നുമായിരുന്നു ഏറ്റവും ഒടുവിലായി വന്ന ഭീഷണി. മുംബൈ ട്രാഫിക് പോലീസിന്റെ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കായിരുന്നു ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയത്. നടന്റെ വീടിനുള്ളിൽ കയറിയ ശേഷം കൊലപ്പെടുത്തുമെന്നും കാറിൽ ബോംബ് വെക്കുമെന്നുമായിരുന്നു സന്ദേശം. മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരികയാണ്. മുംബൈയിലെ ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിലാണ് സൽമാനും കുടുംബവും താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം സൽമാന്റെ വീടിന് നേരെ ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനുശേഷം സൽമാന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയായിരുന്നു. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ സൽമാനെതിരെ കേസ് വന്നതിന് പിന്നാലെ 2018-ൽ അദ്ദേഹത്തെ വധിക്കാൻ ബിഷ്ണോയ് സമുദായത്തിൽ നിന്ന് ചിലർ ആഹ്വാനം ചെയ്തിരുന്നു. ജോധ്പൂരിൽ വെച്ച് സൽമാൻ കൊല്ലപ്പെടുമെന്നായിരുന്നു അന്ന് ഭീഷണി മുഴക്കിയത്.